CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവി വിലയിരുത്തും. നഗരസഭകളിലെ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ്, നിർണായകമായൊരു യോഗം ചേരുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? നേരത്തെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് LDF പതിറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന കോർപ്പറേഷനാണ്. അതിന്റെ തോൽവി വിലയിരുത്താൻ നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. പക്ഷേ കീഴ്ഘടകങ്ങളിലെ തന്നെ റിപ്പോർട്ട് വരട്ടെ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെയാണ് BJP ഇത്രയധികം ആധിപത്യം ഉണ്ടായത്. നേരത്തെ തന്നെ CPM വ്യക്തമാക്കിയിരുന്നു, ജില്ലയിൽ ഏറ്റവും കൂടുതൽ, കോർപ്പറേഷനിലടക്കം ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് CPM-നാണ്. പക്ഷേ പലയിടങ്ങളിലും അത് LDF-നാണ്. പക്ഷേ പലയിടങ്ങളിലും അത് വിജയത്തിലേക്ക് എത്തിയില്ല. ഒപ്പം തന്നെ തോൽവി വിലയിരുത്തുന്നതിനൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിൽ നിലവിൽ അധികാരത്തിലെത്തുന്ന LDF ആണ്. അവിടെ ആരൊക്കെ തന്നെ ചെയർമാനാകും, ചെയർപേഴ്സൺ ആകും തുടങ്ങിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ, മറ്റ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആരൊക്കെയാകും, ചെയർമാൻ ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരൊക്കെയാകും എന്നടക്കമുള്ള തീരുമാനം ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും. ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ കൂടി പങ്കെടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മേയർ ആര്യ രാജേന്ദ്രനെതിരെ നേരത്തെ കോർപ്പറേഷനിലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഉണ്ടായിരുന്നു. ഇത് പരിശോധിക്കുമെന്ന് നേരത്തെ പാർട്ടി പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള നടപടി വേണമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആര്യക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചരണം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ പരിശോധിക്കും. ദില്ല, നിർണായകമായ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. CPM-ന്റെ തിരുവനന്തപുരത്ത് മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.